സൗദി അറേബ്യയെ പ്രതിനിധീകരിക്കുന്ന ആദ്യ വനിതയായി ചരിത്രത്തിൽ ഇടം നേടി മഷേൽ അൽ ഐദ്. പാരീസ് ഒളിമ്പിക്സിലെ വനിതകളുടെ 200 മീറ്റർ ഫ്രീ സ്റ്റൈൽ ഹീറ്റ്സിൽ മത്സരിച്ച സൗദിയിൽ നിന്നുള്ള 17-കാരി 6ാം സ്ഥാനത്തെത്തി സ്വന്തം പേരിലുള്ള മികച്ച സമയവും നീന്തിയെടുത്തു. സൗദി അറേബ്യയിലെ എലൈറ്റ് അത്ലറ്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായതിനു ശേഷമുള്ള തന്റെ 4ാമത്തെ മേജർ ചാമ്പ്യൻഷിപ്പിൽ കുറിച്ച 2 മിനിറ്റും 21 സെക്കൻഡുമായിരുന്നു മഷേൽ അൽ ഐദിന്റെ ഇതുവരെയുള്ള ഏറ്റവും മികച്ച സമയം. ലാ ഡിഫൻസ് അരീനയിലെ ഒളിമ്പിക്സ് പൂളിൽ 2 മിനിറ്റും 19 സെക്കൻഡും കൊണ്ട് നീന്തിയെത്തിയതോടെയാണ് അൽ ഐദ് നേരത്തെയുണ്ടായിരുന്ന തന്റെ മികച്ച പ്രകടനത്തിൽ പിന്നിലാക്കിയത്. അൽ ഐദിന്റെ പ്രകടനത്തെ അഭിനന്ദിച്ച് സൗദി ഭരണകൂടത്തിലെ പ്രമുഖർ രംഗത്തെത്തി. തടസ്സങ്ങൾ തകർക്കുന്ന ഈ യുവതിയെ പിന്തുണയ്ക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. തന്റെ രാജ്യത്ത് നിന്നുള്ള മത്സരാർത്ഥിയെ കാണാനും പിന്തുണയ്ക്കാനും ഒളിമ്പിക്സ് പൂളിലുണ്ടായിരുന്ന US-ലെ സൗദി അറേബ്യയുടെ അംബാസിഡർ റീമ ബിന്ത് ബന്ദർ എക്സിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു: മഷേലിന്റെ പങ്കാളിത്തം ഭാവിയിലെ വനിതാ കളിക്കാരെ പ്രചോദിപ്പിക്കുമെന്നായിരുന്നു സൗദി നീന്തൽ ഫെഡറേഷൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഖദമാനി പറഞ്ഞത്. മഷേൽ അൽ ഐദിന് ഒരു മികച്ച ഭാവിയുണ്ട്, എല്ലാ ആശംസകളും എന്നായിരുന്നു കായിക മന്ത്രിയും സൗദി ഒളിമ്പിക്സ് കമ്മിറ്റി ചെയർമാനും പാരീസിലെ രാജ്യത്തിന്റെ പ്രതിനിധി സംഘത്തിന്റെ തലവനുമായ അബ്ദുൽ അസീസ് ബിൻ തുർക്കി ബിൻ ഫൈസൽ രാജകുമാരൻ എക്സിൽ കുറിച്ചത്. 2024 ഏപ്രിലിൽ UAE-യിൽ നടന്ന ആദ്യ ഗൾഫ് ഗെയിംസിൽ ഒരു സ്വർണ്ണ മെഡലും 2 വെള്ളിയും മഷേൽ അൽ ഐദ് നേടിയിട്ടുണ്ട്. സൗദി അറേബ്യൻ ഗെയിംസിൽ 3 വെങ്കലവും 1 വെള്ളി മെഡലവും നേടി. മാറ്റങ്ങളുടെ വഴിയെ നീങ്ങുന്ന സൗദിയെ സംബന്ധിച്ച് ആദ്യമായി ഒരു വനിത നീന്തൽ പൂളിൽ മത്സരത്തിനിറങ്ങിയെന്നത് മറ്റൊരു നാഴികക്കല്ലാണ്. ഒളിമ്പിക്സ് വേദിയിൽ മഷേൽ കുറിച്ച നേട്ടം സൗദിയുടെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിലുണ്ടായ പുതിയ മാറ്റങ്ങളുടെ കൂടി അടയാളമായി മാറുന്നുണ്ട്.